ഹായ്, ഇന്നൊരു ചോദ്യോത്തരം നോക്കിയാലോ. ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ശൈശവ പരിചരണവും വിദ്യാഭ്യാസവും ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്? എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ശൈശവ പരിചരണവും വിദ്യാഭ്യാസവും സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്? ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളിലാണ്. ഏതാണ്? ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. ഇത് എപ്പോൾ ചോദിച്ചതാണ്? പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ജൂലൈ 2024 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഭരണഘടനയിലെ 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളാണ് നിർദ്ദേശക തത്വങ്ങളെ പറ്റി അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പ്രതിപാദിക്കുന്നത്. എത്രയാണ്? ഭരണഘടനയിലെ 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളാണ് നിർദ്ദേശക തത്വങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ ആശയങ്ങൾ നിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്തെല്ലാമാണ്? ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ ആശയങ്ങൾ നിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ക്ഷേമരാഷ്ട്രം എന്നതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. എന്താണ്? ക്ഷേമരാഷ്ട്രം എന്നതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. അതുപോലെ അയർലാൻഡിൽ നിന്നാണ് ആശയം കടമെടുത്തത്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തത്? അയർലാൻഡിൽ നിന്നാണ് കടമെടുത്തത്. ഡോക്ടർ BR അംബേദ്കർ നിർദ്ദേശക തത്വങ്ങളെ ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്താണ്? ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വിശേഷിപ്പിച്ചു. നിർദ്ദേശക തത്വങ്ങളെയും മൗലികാവകാശങ്ങളെയും ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗ്രാൻവിൽ ഓസ്റ്റിനാണ്. എന്താണ് വിശേഷിപ്പിച്ചത്? നിർദ്ദേശക തത്വങ്ങളെയും മൗലികാവകാശങ്ങളെയും ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻവിൽ ഓസ്റ്റിനാണ്. ഇത്രയുമാണ് ഇന്ന് പറയാനുള്ളത്. ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.